வண்டிப்பெரியாரில் சிறுமி வழக்கில் சிபிஐ விசாரணை நடத்த வேண்டும் என்று நீதிமன்றத்தை அணுகப் போவதாக கேபிசிசி தலைவர் கே சுதாகரன் தெரிவித்தார். குற்றவாளி குற்றத்தை ஒப்புக்கொண்ட போதும் தண்டனை வழங்காதது ஏமாற்றம் அளிக்குவதாகவும் കേപിസിസി தலைவர் വണ്ടിപ്പെരിയാറിൽ കൂറിനാർ. അന്വേഷണം സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിൽ പോകുന്നത്. അത്രമാത്രം മനസ്സുകളെ സ്വാധീനിച്ച രണ്ട് കൊലപാതകങ്ങളാണ് വാളയാറും വണ്ടിപ്പെരിയാറും. ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം പ്രതി കുറ്റം സമ്മതിച്ചിട്ട് പോലും ശിക്ഷ വിധിച്ചില്ല കോടതി എന്നത് ആശങ്കാജനകമായ ഒരു വസ്തുതയാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ അവൻ്റെ മുഴുവൻ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടെന്നാണ് കണ്ണൻ എന്നോടിപ്പോൾ പറഞ്ഞത്. അങ്ങനെയുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കേസ് നടന്ന കോടതിക്കകത്ത് എത്തിയോ എത്തിയില്ലേ, അതിനെക്കുറിച്ച് പ്രോസിക്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ പറയാൻ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഏതായാലും ഞങ്ങൾ ആ കേസിൻ്റെ അകത്തേക്ക് കടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങളതിന് ആവശ്യമായ രീതിയിലുള്ള നിയമ നടപടികൾ ഞങ്ങൾ കൈക്കൊള്ളാൻ പോവുകയാണ്. അതിന് പറ്റുന്ന അഡ്വക്കേറ്റ്മാരെ ലോയേഴ്സ് കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട്. അവരുമായി സംസാരിച്ച് ഇതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും സമർത്ഥമായി എങ്ങനെ കേസ് പ്രൊസീഡ് ചെയ്യണം എന്നതിനെക്കുറിച്ചും കുറ്റവാളിയെ ശിക്ഷിക്കാൻ ആവശ്യമായ നിയമ നടപടികൾ അതിൻ്റെ സഹായം ഈ കുടുംബത്തിന് ചെയ്തു കൊടുക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് നേരത്തെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഇവരുമായി സംസാരിച്ചിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഞങ്ങൾ നടത്തും. ഇതിൻ്റെ അകത്ത് ഈ ചെറുപ്പക്കാരൻ്റെ രാഷ്ട്രീയ സ്വാധീനം, അതിലൂടെ പോലീസ് നടത്തിയ അഭ്യാസം, ഈ കേസ് ഈ രീതിയിലൊക്കെ പോയത് തികഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് എന്നത് വ്യക്തമാണ്. ആർക്കും അതിൽ സംശയമില്ല. മാധ്യമങ്ങൾക്കും സംശയമുണ്ടാകാനിടയില്ല, രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകാനിടയില്ല, സമൂഹത്തിനും അങ്ങനെ ഒരു സംശയം ഉണ്ടാകാനിടയില്ല. തീർത്തും ഭരണകക്ഷിയുടെ സ്വാധീനത്തിൻ്റെ മുൻപിൽ കോടതി പോലും കീഴടങ്ങിയോ എന്ന് സംശയിക്കുന്ന ആശങ്കാജനകമായ ഒരു വസ്തുതയാണ് ഈ കേസിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.